ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് എൻ്റെ റബ്ബർ പ്ലാന്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ റബ്ബർ പ്ലാന്റ് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അതായത് മുകളിൽ സിറ്റ് ഔട്ടിൽ ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. മഴക്കാലമല്ലേ, മഴയൊക്കെ കൊള്ളാതെ വലിയ വെയിലൊന്നും അടിക്കാതെ ഒക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കുക തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് പൊടി പിടിച്ച് ലീഫിൻ്റെ കളറൊക്കെ കാണാൻ പറ്റാത്ത തരത്തിൽ പൊടിയടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എന്നാൽ അയാളൊക്കെ എടുത്ത് എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിൽ അതിനെ തുടച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു ടിപ്സാണ്. വിനാഗിരി ഡൈല്യൂട്ട് ചെയ്ത വെള്ളത്തിൽ തുണി മുക്കി നനച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിനെ തുടച്ച് അതിൻ്റെ പൊടികളെല്ലാം തുടച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ലീഫായിട്ടിരിക്കും. അപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോഴെങ്കിലും നമ്മളിങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ലീഫൊക്കെ ഡാമേജ് ആയി പോകും. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വെറൈറ്റിയും ഉണ്ട്. അതുകൂടാതെ ഈ ഒരു വെറൈറ്റി, ഇത് വാരിഗേറ്റഡ് ടൈപ്പാണ്, സുന്ദരിയായിരിക്കുകയാണ്. അപ്പം ഇവരൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു 3 വർഷത്തോളമായി. ചെറിയ തൈയാണ് മേടിച്ചത്. ഇപ്പോൾ ഇതാ വളർന്ന് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. നിറയെ ലീഫുണ്ട്, നല്ല ഭംഗിയായിരിക്കുകയാണ്. ഒരു ലീഫിൽ പോലും ഒരു ഡാമേജ് ഇല്ല. അപ്പം നമ്മൾ വെയിലത്തൊന്നും വെക്കരുത്, പിന്നെ ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട ചെടികളാണിതെല്ലാം. അപ്പം റബ്ബർ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളങ്ങളൊന്നും നൽകേണ്ട കാര്യമില്ല. നമ്മൾ നല്ലൊരു പോട്ടിംഗ് മിക്സ് എടുത്ത് നടാമെങ്കിൽ അതിൽ തന്നെ ഇരുന്നോളും. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, ഇടയ്ക്കൊന്ന് ആ ഒരു ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കുക, അത്രയ്ക്കേ ചെയ്യാനുള്ളൂ. ഒരുപാട് ചൂടില്ല, എന്നാൽ അത്യാവശ്യം പ്രകാശം കിട്ടേണ്ട രീതിയിൽ ചെയ്യാം. പിന്നെ കുറേ നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് പോട്ടിംഗ് മിക്സർ, അതായത് സ്വല്പം വളക്കൂറുള്ള പോട്ടിംഗ് മിക്സർ ഇട്ട് കൊടുക്കാം, അത്രയൊക്കെ ചെയ്യേണ്ടതുള്ളൂ. അതൊക്കെ ഒരു 4 മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ചെയ്താൽ മതിയാകും. അല്ലാതെ ഓവറായിട്ടുള്ള എന്തൊന്നും അതിനെ പുറകെ ഇല്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഈ ചെടിയെ വളർത്താനില്ല. പക്ഷേ ഓവറായിട്ട് വെള്ളമൊന്നും ആവരുത്. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഏതൊരു ചെടിയെ പോലെ തന്നെ ഇത് അഴിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളതിൻ്റെ പോട്ടിംഗ് മിക്സർ ശ്രദ്ധിക്കണം. അതായത് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പോട്ടിംഗ് മിക്സറിൽ പ്രധാനമായിട്ടും മണ്ണാണല്ലോ നമ്മൾ ഉപയോഗിക്കുക. അത് നീർവാർച്ചയുള്ളതായിരിക്കണം, അതായത് അതിനകത്ത് മണലിൻ്റെ അംശം ഉണ്ടായിരിക്കണം. വളരെ കുറച്ച് ചാണകപ്പൊടി അതുപോലെയുള്ള വളങ്ങൾ വളരെ കുറച്ച് കൊടുത്താൽ മതി. മേൽമണ്ണ് തന്നെയാണ് മെയിനായിട്ട് വേണ്ടത്. മണൽ ചേർന്നിട്ടുള്ള മേൽമണ്ണാണെങ്കിൽ ഏറ്റവും ഉത്തമം. അപ്പോൾ വെള്ളം വാർന്ന് പോയിക്കോളും, കെട്ടി നിൽക്കില്ല. അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ, ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു വൈറ്റ് പോട്ടിനകത്താണ് ഇത് വെച്ചിരിക്കുന്നത്, കണ്ടോ. അപ്പം ഈ വൈറ്റ് പോട്ടിനകത്ത് വേറൊരു പോട്ടുണ്ട്. ആ വൈറ്റ് പോട്ടെന്ന് പറയുന്നത് നമ്മൾ വെള്ളം ലീക്കാവാതെ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമുക്കതിനകത്ത് ഈർപ്പം കെട്ടി നിൽക്കുന്നില്ല. ചെറിയ പോട്ടിലാണ് ഞാനിത് നട്ടിരിക്കുന്നത്. നമ്മുടെ പരിമിതി കൊണ്ട് തന്നെ സമയവും അതുപോലെ തന്നെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ പോട്ടിലൊന്നും വെച്ച് നമുക്കങ്ങനെ ഇത് വെക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും സാധിക്കാത്തതുകൊണ്ട് ചെറിയൊരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പോട്ടിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വളർന്നിരിക്കുന്നത്. ഒരു 3 വർഷത്തെ വളർച്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിന് കാര്യമായിട്ട് എഫേർട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷേ വെള്ളം കൊടുക്കണം, അത് ഉണങ്ങിപ്പോവാത്ത രീതിയിൽ നമ്മൾ നനയ്ക്കണം. പക്ഷേ ഓവറായിട്ട് വാട്ടറിങ് പാടില്ല, അതാണ് ശ്രദ്ധിക്കാനുള്ളത്. വെയിലത്തിരിക്കാനും പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ റബ്ബർ പ്ലാന്റ് അതുപോലെ ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഇത് വാരിഗേറ്റഡ് ടൈപ്പാണ് ഈ റബ്ബർ പ്ലാന്റ്. മറ്റേതൊരു ബ്ലാക്ക് കളറിന് ഗ്രീനാണ്, ബ്ലാക്കിഷ് ഗ്രീൻ എന്ന് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ കയ്യിലുള്ള 2 വെറൈറ്റി. അപ്പോൾ റബ്ബർ പ്ലാന്റിന് വേണ്ടി ഒരുപാട് നമുക്ക് മെനക്കെടൊന്നുമില്ല. ഈ ചെടിയെ സംരക്ഷിക്കുന്നതിന് വളരെ ഈസിയാണ്, വളർത്തിയെടുക്കുന്നതും ഈസിയാണ്. അപ്പോൾ അതിനെ പ്ലേസ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം വേണം, അധികമാവുകയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ നമ്മൾ ഓർത്തിരുന്നാൽ, അതായത് നമ്മൾ പറഞ്ഞ ഈ വിനാഗിരി വെള്ളവും കൂടെ മിക്സ് ചെയ്ത് മിക്സറിൽ ഒരു തുണി മുക്കി എടുത്ത് നമ്മൾ ഇതിലെ പൊടിയൊക്കെ തുടച്ച് നീക്കാമെങ്കിൽ ഇതുപോലെ സുന്ദരിയായിട്ട് എപ്പോഴും ഇരിക്കും. അപ്പം ഇവരിങ്ങനെ 2 പേരും നല്ല സുന്ദരികളായിട്ടിരിക്കുകയാണ്. നമുക്ക് വളരെ സന്തോഷം തരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് വാങ്ങിച്ച് വെച്ചൊരു 3 വർഷം 3.5 വർഷമൊക്കെ നമ്മുടെ കയ്യിൽ ഒരു കേടും വരാതെ ഒരു വളർന്ന് നിൽക്കുക എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഏതൊരു
ഇലച്ചെടിയും നമുക്കിതുപോലെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി ഈ ടിപ്സ് എന്ന് വിചാരിക്കുന്നു. എൻ്റെ മറ്റുള്ള പ്ലാൻസൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വരാം. ഓക്കെ, താങ്ക് യു.